വരുമോ നീ തിങ്കളേ തിങ്കളേ. ഇപ്പൊ എങ്ങനെയുണ്ട് ചന്ദ്രേട്ടാ? ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഭയങ്കര ഇഷ്ടാവൂന്ന്. ചന്ദ്രേട്ടനിരിക്കും, ഞാൻ പോയി ചോറും സാമ്പാറും മെഴുക്കുപുരട്ടിയും പപ്പടവും ഒക്കെ എടുത്തോണ്ട് വരാം. ആരാ? താനാരാ? ഓഹോ, കൊള്ളാലോ വീഡിയോ. എന്റെ വീട്ടിൽ കേറി വന്ന് ബെല്ലടി ചാള വരുത്തി വാതില് തുറപ്പിച്ചിട്ട് ചോദിക്കുക താൻ ആരാണെന്ന്. എവിടുന്നാണാവോ ക്ലിയോപാട്രയുടെ വരവ്? ശ്രീമംഗലം വീട്ടിലെ അതിഥിയായി വാണരുളിയത് വിമലാമ്മ തമ്പുരാട്ടിയാണെന്ന് ചെറിയൊരറിവ് ഈ ഉള്ളവൾക്കുണ്ടായിരുന്നു. എന്നു മുതലാണാവോ പുതിയ അവതാരം ശ്രീമംഗലത്ത് കെട്ടിലമ്മയായത്? ആ, കൊള്ളാം കൊള്ളാം കൊള്ളാം. നാവിന് മൂർച്ച വേണ്ടുവോളുണ്ട്. കുറുക്കി കൊള്ളുന്ന പ്രയോഗങ്ങൾ നടത്തുവാനും മിടുക്കിയാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. ശരി, അതൊക്കെ നിക്കട്ടെ. ശ്രീമംഗലത്ത് വന്ന് കയറിയത് സബ് കളക്ടർ സേതുശേഖരൻ തമ്പിയെ കാണാനാവും. എന്താ മോളെ കാര്യം? സബ് കളക്ടറോട് പറയേണ്ടത് അദ്ദേഹത്തോട് തന്നെ ഉണർത്തിച്ചോളാം. വിളിക്കൂ സേതുശേഖരൻ തമ്പിയെ. ഓഹോ, സേതുശേഖരൻ തമ്പിയോ? എന്താ കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുവാ? സേതുശേഖരൻ തമ്പിന്ന് പേര് വിളിക്കാൻ മാത്രം എന്ത് അധികാരടി നിനക്കുള്ളത്? അത് എന്നോടല്ല ചോദിക്കേണ്ടത്, അകത്തുള്ള ആളിനോട് ചോദിക്കുക. അപ്പോ വിശദമായിട്ട് പറഞ്ഞുതരും. എനിക്കറിയേണ്ടത് നിന്റെ ഈ നാവിൻ തുമ്പത്തുന്നാ. അതറിയാനുള്ള അവകാശം എനിക്കുണ്ട്. എന്തവകാശം? സേതുശേഖരൻ തമ്പി വിവാഹം കഴിച്ചത് താഴത്ത് വീട്ടിൽ ബാലാമണി എന്നൊരു സ്ത്രീയായിരുന്നു. അതാണെങ്കി ഇപ്പൊ ഡിവോഴ്സുമായി. മറ്റൊരു വിവാഹം സബ് കളക്ടർ സാർ നടത്തിയതായി ഈ ഉള്ളവൾ അറിഞ്ഞിട്ടില്ലേ? അങ്ങനെ കണ്ട സർവേ കല്ലിനോടും അലവലാദികളോടും വിവാഹ വാർത്ത വിളംബരം ചെയ്ത് നടക്കേണ്ട ആവശ്യമേ ഈ ശ്രീമംഗലത്തുകാർക്ക് ഇപ്പൊ ഇല്ല. ശ്രീമംഗലത്തുകാർക്ക് എന്തായാലും തെറ്റുപറ്റി ഇപ്പൊ മനസ്സിലായി. വീട്ടിൽ കയറി വരുന്ന അതിഥികളെ അധിക്ഷേപിക്കുന്ന സംസ്കാരശൂന്യായ ഈ അലവലാതി എങ്ങനെയാണ് മാന്യനായ സബ് കളക്ടറുടെ ഭാര്യയായി എനിക്ക് പിടികിട്ടാത്തത്? എടീ, അനാവശ്യം പറഞ്ഞു അടിച്ചു. വേണ്ട മോളെ, പേടിപ്പിക്കണ്ട. ജീവിതം ഉള്ളം കൈയിലിട്ട് അമ്മാനം ആടി കളിക്കുന്നവളാ ഈ രാധിക. നീ ഉള്ളം കൈയിലിട്ട് അമ്മാനം ആടുന്നതെങ്കിൽ ഞാൻ ഈ ചെറുവിരലിലിട്ട് ജീവിതം വട്ടം ചുറ്റിച്ച് രസിക്കുന്നവളാ. നീ ആരായാലും എനിക്കേ ഒരു ചുക്കുമില്ല. ഞാൻ വന്നത് സേതുവിനെ കാണാനാ. കാണും, പോകും. മാറ്, വഴി മാറാൻ. അതിനെ ഇത്തിരി പുളിക്കും. ദേവികയുടെ അനുവാദം ഇല്ലാതെ നീ ഈ വാതില് കടക്കില്ല. കടന്നാലേ നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. ആദ്യം പറ, വന്ന കാര്യം എന്താണെന്ന്. എന്നിട്ട് ആലോചിക്കാം അകത്തേക്ക് കേട്ടണോ വേണ്ടയോ. എന്താ എന്താ പ്രശ്നം? രാധിക എപ്പോ വന്നു? വന്നിട്ട് നേരം കുറയായി. ആരാ സേതുവേട്ട ഇത്? എന്തേ പറയാനൊരു മടി? മടിയാണെങ്കിൽ ഞാൻ പറയാം. ഈ നിൽക്കുന്ന സേതുശേഖരൻ തമ്പിയുടെ ഭാര്യ ദേവിക, ദേവിക മേനോൻ. നേരാണോ സേതുവേട്ട? അതെ.
കൊള്ള ഉരുപ്പിടി, ഇതിനെ എങ്ങനെ സഹിക്കുന്നു സേതുവേട്ടാ? ദേ, സൂക്ഷിച്ച് സംസാരിക്കാൻ എന്റെ സ്വഭാവം നിനക്കറിയില്ല. ദേവികേ, എന്താ ഇത്? രാധിക എന്റെ ഫ്രണ്ടാ. ഓ, മനുഷ്യനെ ചൊറിഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്ന ഇവിളേക്കാണോ സേതുവേട്ടന്റെ സുഹൃത്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ദേ, ഇങ്ങോട്ട് ചൊറിഞ്ഞ രാധിക തിരിച്ചു ചൊറിയും. ദേ, ചൊറിയാനേ വേറെ ആളെ നോക്കണം. ദേവിയെ ചൊറിയാമെന്നല്ലേ ഒറ്റ തവണ ചൊറിയൂ. നിനക്കെന്നെ അറിയാമോ? പ്ലീസ് ദയവായിട്ടൊന്ന് അകത്ത് പോ. പോവാം. അതിനു മുമ്പ് എനിക്കറിയണം ഈ ഉരുപ്പടി ആരാണെന്ന്. മരിച്ചുപോയ എന്റെ ഫ്രണ്ട് അരുണിന്റെ വൈഫ്. എന്നാ ഇക്കാര്യം നേരത്തെ ഇവർക്കങ്ങ് പറഞ്ഞൂടായിരുന്നോ? സോറി, അകത്തേക്ക് വരൂ. ഇനി ഈ വീട്ടിലേക്ക് എന്റെ പട്ടി വരും. സേതുവേട്ടൻ അടുത്ത ദിവസം കോടതി വരണം. സേതുവേട്ടന്റെ മൊഴിയാ ഇനി പരമപ്രധാനം. അതിനെ ആശ്രയിച്ചിരിക്കും വിധി പ്രഖ്യാപനം. കുന്നിക്കൽ മത്തായിയുടെ ശിരസ് കോടതിയിൽ താഴ്ന്നത് എനിക്ക് കാണണം. ഇത്രയും നാൾ വിധിയോട് പൊരുത്തി ജീവിത വേരെന്ന് വാങ്ങിയത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയാ. സേതുവേട്ടോട് എനിക്കൊരൊറ്റ അഭ്യർത്ഥനയുള്ളൂ, കോടതി വരാതിരിക്കരുത്. എനിക്ക് നീതി നിഷേധിക്കാൻ ഇടവരുത്തരുത്. രാധിക, നിക്ക്, കയറിയിട്ട് പോവാം. വേണ്ട സേതുവേട്ട, അന്തസ്സുള്ള തറവാടുകളിൽ പ്രവേശനം പാടില്ലാത്തവളാ ഈ രാധിക. ജനിച്ച വീട്ടിൽ പോലും ഞാൻ പടിക്ക് പുറത്തല്ലേ. പിന്നെ ഈ ശ്രീമംഗലത്തെ വാതിൽ എനിക്ക് വേണ്ടി തുറക്കാത്തതിൽ അശേഷം പരിഭവമില്ല. നിൽക്ക്. കോടതി, മൊഴി, വിധി, എനിക്കൊന്നും മനസ്സിലായില്ല. സേതുവേട്ടാ, എന്താ കാര്യം? നീ അറിയാത്തൊരു ഭൂതകാലമുണ്ട് സേതുശേഖരൻ തമ്പിക്ക്. അതൊന്നും ചിക്കി ചെറിഞ്ഞ് എന്നോട് ചോദിക്കണ്ട. പറയാൻ എനിക്ക് താല്പര്യവുമില്ല. ഇതാ ഈ ആണുങ്ങളുടെ കുഴപ്പം. അവരെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഭാര്യയിൽ നിന്ന് മറച്ചുവെക്കാൻ മിടുക്കരാണ് ആണുങ്ങള്. പക്ഷേ താലി കെട്ടി മണിയറയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേ പുരുഷന്റെ ആദ്യത്തെ ചോദ്യം തന്നെ നിന്റെ ജീവിതത്തിലെ മുഴുവൻ രഹസ്യങ്ങളും എന്നോട് തുറന്നു പറ എന്നാവും. എന്നിട്ട് നീ ആയിട്ട് നിന്റെ എന്തൊക്കെ രഹസ്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞു കേൾക്കട്ടെ. ഞാൻ അങ്ങനെ ഭർത്താവിന്റെ മുമ്പിൽ കാണുമ്പോഴേ മുട്ടുവിറച്ച് ഉള്ളതെല്ലാം ഛർദ്ദിക്കുന്ന വെറും ഒരു ചാവാലി പെണ്ണല്ല. ആണിന് രഹസ്യം സൂക്ഷിക്കാൻ അവകാശം ഉള്ളതുപോലെ തന്നെ പെണ്ണിനുണ്ട് അതേ അവകാശവും അർഹതയും. ശരി, ഇനി നാം തമ്മിൽ കൂടുതൽ വാചക കസർത്ത് വേണ്ട. നിന്റെ രഹസ്യങ്ങൾ നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. എന്റേതായ സ്വകാര്യതകൾ എന്റെ മനസ്സിലും. എന്താ പോരെ? പറ്റില്ല. ആ സ്ത്രീ സുഹൃത്തിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. എന്താ അവരുടെ ഭർത്താവിനെ അവർ കൊന്നതാണോ? എനിക്കറിയണം അവരെ കുറിച്ച്. നിങ്ങൾ അവളും തമ്മിൽ എന്താ ബന്ധമെന്ന് അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. കിടന്ന് അലറണ്ട. ഒളിച്ചു വെക്കാവുന്ന ഒന്നുമില്ല ഞങ്ങൾ തമ്മില്. എന്റെ ഒരു കൈപ്പിഴ കൊണ്ട് ഒരു ജീവിതം നഷ്ടപ്പെട്ടു പോയ പെണ്ണാ അത്. ഞാൻ പറഞ്ഞല്ലോ അരുണിന്റെ കാര്യം. നല്ലവനായിരുന്നു അരുൺ. ഇരിക്കടാ. എനിക്കിങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. റിയലി? സത്യം. രക്ഷപ്പെട്ടു മോനെ. അവനെ കൊന്നു. ആര്? അപ്പച്ചന് സേതുവിനോട് എന്തോ സംസാരിക്കണം. എന്ത് സംസാരിക്കാനാ? അത് അപ്പച്ചനല്ലേ അറിയൂ. ഞാനിത്ര തെരുവില്ല. കല്യാണം നാളെയല്ലേ?
അതുകൊണ്ടിപ്പോ അപ്പച്ചനോട് സംസാരിക്കാൻ എന്താ? വാ. ദേ അപ്പച്ചൻ, വാ സേതു, ഉടനെ അങ്ങ് പോവാന്നേ. എന്താ അപ്പച്ച? ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ അപ്പച്ച. ഇവിടെ വെച്ച് പറയാൻ പറ്റുന്ന വിഷയമല്ല. ഒരല്പസമയം. അതെ, ഉടൻ തിരിച്ചുകൊണ്ട് വിടാം. എളുപ്പം വരാം. സേതു ജി, ഇവിടെ വെച്ച് പറയാൻ പറ്റാത്ത കാര്യം. കേട്ടോ, നീ എന്തൊന്നും മിണ്ടാത്തെ? ഞാൻ ഓർക്കായിരുന്നു അരുൺ, നമ്മൾ ആദ്യമായിട്ട് പരസ്പരം ശ്രദ്ധിച്ച നിമിഷം, സംസാരിച്ച ദിവസം, പിന്നെ പിന്നെ പ്രണയത്തിന്റെ ദിനങ്ങൾ. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഞാനും ഇതൊക്കെ തന്നെ രാധിക ആലോചിച്ചോണ്ടിരുന്നേ. നിങ്ങളെ കാണാൻ ആരൊക്കെയാ വന്നിരിക്കണം നോക്കി. കേട്ടല്ലോ കഥ. സ്വന്തം പുരുഷന്റെ ജീവൻ കൺമുമ്പിൽ പിടഞ്ഞ് അവസാനിക്കുന്നത് കാണേണ്ടി വന്നവളാ രാധിക. കൊന്നത് അരുണിന്റെ സഹോദരങ്ങളും അപ്പനും ചേർന്ന്. അരുണിന്റെ മരണത്തിന് ശേഷം രാധികയുടെ വയറ്റിലുണ്ടായിരുന്ന അരുണിന്റെ കുഞ്ഞിനെ പോലും കുന്നിക്കലുകാർ വെറുതെ വിട്ടില്ല. നിനക്കറിയോ, ജീവിതത്തിൽ ഇത്രയധികം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന മറ്റൊരു പെണ്ണുണ്ടായിട്ടില്ല. അത് പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല. ഒരു പഞ്ച പാപം വന്നിരിക്കുന്നു. നാണില്ലല്ലോ മനുഷ്യ നിങ്ങൾക്ക്. ആരുമല്ലാത്ത രാധികയെ വാനോളം പുകഴ്ത്തുന്നു, അവളെ ഓർത്ത് സങ്കടപ്പെടുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡനം ഏറ്റുവാങ്ങിയ സ്ത്രീയായിട്ട് അവളെ ചിത്രീകരിക്കുന്നു. ഈ പറയുന്ന ശ്രീമംഗലത്തെ സേതുശേഖരൻ തമ്പിയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. താഴത്ത് വീട്ടിലെ ബാലാമണിയെ നിങ്ങളും നിങ്ങളുടെ അമ്മയെ അച്ഛനും ചേർന്ന് പീഡിപ്പിച്ചത് എന്താ? അത് പീഡനം അല്ലെന്നുണ്ടോ? ഉത്തരവില്ല, പറയാൻ കഴിയില്ല നിങ്ങൾക്ക്. ഒരുപാട് സ്വപ്നങ്ങളോടെ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോടൊപ്പം ഒരു ജീവിതം കൊതിച്ചു വന്നവളാ ബാലാമണി. അവളെ മനസ്സിലാക്കാൻ കഴിയാതെ വന്ന നിങ്ങളാണോ രാധികയെ കുറിച്ച് ഇത്രയ്ക്ക് വികാരം കൊണ്ടത്? നിങ്ങൾക്ക് രാധികയെ വെള്ളപൂശാൻ എന്ത് അർഹതയാ ഉള്ളത്? ബാലാമണിയെ പീഡിപ്പിച്ചത് നിങ്ങളാ. ഒരു കുടുംബത്തിന്റെ സകല പ്രതീക്ഷകളെ അടിച്ചു തകർത്തത് നിങ്ങളാ. ഇനി ഒരു അക്ഷരം പറഞ്ഞ അടിച്ചു നിന്റെ കരണക്കുട്ടി ഞാൻ പൊട്ടിക്കും. സേതുശേഖരൻ തമ്പി ബാലാമണിയെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, പീഡിപ്പിച്ചിട്ടില്ല. എന്നും എന്റെ മനസ്സിൽ ഒരു പെണ്ണിന്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാലാമണി. തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞുകൊണ്ടല്ല.